ഇന്നത്തെ അപ്ഡേറ്റ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഇച്ചിരി വലിയ വീഡിയോ ആയിരിക്കും, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. കഴിഞ്ഞ മാസം ചെയ്യാത്തതുകൊണ്ട് ഇതിപ്പോൾ എല്ലാം കൂടെ ഒരൊറ്റർമ്മത്തെ കുത്തിക്കയറ്റിയപ്പോൾ ഇച്ചിരി വലുതായിപ്പോയി. സോ വിതൗട്ട് ദ വേ നമുക്ക് നേരെ ആനിമേ സൈറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അംപ്രീ ഷോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണും, കുറേ പൈറേറ്റഡ് ആനിമേ സൈറ്റുകൾ ഇപ്പോൾ ഷട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആനിമേ സൈറ്റുകൾ മാത്രമല്ല, ഈ മാംഗ റീഡിംഗ് ഉള്ള എല്ലാ പൈറേറ്റഡ് സാധനങ്ങളും ഇവന്മാരിപ്പോൾ പൂട്ടിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷത്തെ പോലെ കുറച്ചെണ്ണം തൂക്കിയിട്ട് പിന്നെ മറന്നു കളയുന്ന രീതിയിലല്ല ഈ വർഷം ആന്റി പൈറസി ഭയങ്കര സീരിയസ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു സൈറ്റിന്റെ പേര് പറയത്തില്ല, പക്ഷേ പോയതിൽ പലതും എൻ്റെ ഫേവറേറ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് വീക്ക് ഒരു 10 എണ്ണം കണ്ടുപോയി. ഇനി എത്ര എണ്ണം പോകും, എത്ര എണ്ണം അവശേഷിക്കുന്നുള്ള കാര്യം കണ്ടറിയേണ്ടി വരും. ഇതിന്റെ കൂടെ പറയുന്നതാണ് നെറ്റ്ഫ്ലിക്സിൽ നടന്ന ഒരു ഡാറ്റ ബ്രീച്ച്. ഇന്നേ ഒരു ആനിമേ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ഡാറ്റ ബ്രീച്ച് ഇതിനു മുമ്പ് നടന്നിട്ടില്ല. വരാൻ പോകുന്ന ഡൻഡാൻഡൻ സീരീസ്, ടെർമിനേറ്റർ സീറോ, മോനോനോക്കെ മൂവി, അതേപോലെ തന്നെ റെൻമയുടെ പകുതി, ഇനി മേ ബി വരാൻ പോകുന്ന സക്കമോട്ടോ ഡേയ്സ്, അതേപോലെ തന്നെ വൺ പീസിന്റെ റീമേക്ക്, ഈവൻ സ്ട്രേഞ്ചർ തിങ്സിന്റെ ഫസ്റ്റ് 3 എപ്പിസോഡ് വരെ ലീക്ക് ആവാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലും ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് പുറത്തോട്ട് സ്റ്റേറ്റ്മെന്റ് പ്രകാരമാണെങ്കിൽ അവരുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ടീമിന്റെ ഏതോ ഒരാളുടെ നിന്നാണ് ഈ സാധനം ലീക്ക് ആയിരിക്കുന്നത്. ഇതുവരെ പുതിയൊരു ലീക്കോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. നെറ്റ്ഫ്ലിക്സ് മാത്രമല്ല, ലീക്കറിന്റെ കയ്യിൽ WB ന്നും അതേപോലെ തന്നെ പാരമൗണ്ടിൽ നിന്നൊക്കെ സാധനങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി അവരുടെ എന്തെങ്കിലും ലീക്ക് ആവുമെന്ന് ഒരു പിടിയുമില്ല. അവിടെ തന്നെ ജുജുത്സു കൈസനിലേക്ക് വരികയാണെങ്കിൽ ജുജുത്സു കൈസന്റെ മാംഗ സെപ്റ്റംബർ 30 തീരും. ആകെ 4-5 ചാപ്റ്റേഴ്സേ ബാക്കിയുള്ളൂ. അപ്പൊ അങ്ങനെ ജുജുത്സു കൈസൻ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്നാൽ 2025 അടുത്ത വർഷം ജുജുത്സു കൈസന്റെ ഒരു സിനിമ വരുന്നുണ്ട്. സന്തോഷിക്കാൻ വരട്ടെ. വരുന്ന സിനിമ എന്ന് പറയുന്നത് ആ ഒരു കഴിഞ്ഞ സീസന്റെ ഫസ്റ്റ് 5 എപ്പിസോഡിന്റെ റീക്യാപ്പ് മാത്രമാണ്. സോ റീക്യാപ്പ് തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളവർക്ക് ഈ സിനിമയ്ക്ക് തലവെക്കാം. സീസൺ 3യുടെ കാര്യം എന്തായാലും ചോദിക്കുകയാണെങ്കിൽ മാപ്പ് അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എപ്പോഴാണ് വരിക, അതിന്റെ ടീസറോ ട്രെയിലറോ എന്തെങ്കിലും നമുക്ക് കിട്ടണമെങ്കിൽ ജംപ് ഫസ്റ്റ് വരെ വെയിറ്റ് ചെയ്യണം. അത് ഡിസംബർ 23 അന്ന് കുറെ അപ്ഡേറ്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ചെയിൻസോ മാന്റെ പുതിയ സിനിമ, കൈജു നമ്പർ 8 സീസൺ 2, സ്പൈ ഫാമിലിയുടെ സീസൺ 3യെ പറ്റി, വൺ പീസ് റീമേക്കിനെ പറ്റി, മൈ ഹീറോ അക്കാഡമിയ, ഡ്രാഗൺ ബോൾ, അതിലേക്ക് എന്നാ ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. അത് റുറുറു കെൻഷിൻ, അതേപോലെ തന്നെ ബ്ലൂ എക്സോസ്റ്റ്, പ്രിൻസ് ഓഫ് ടെന്നീസ്, എന്നിങ്ങനെ കുറേ സാധനങ്ങളുടെ സാധനം നമുക്ക് അന്ന് കിട്ടും. ബട്ട് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കുറേ സാധനങ്ങളുടെ പേര് പോലും ആ ലിസ്റ്റിലില്ല. ഉദാഹരണത്തിന് വൺ പഞ്ച് മാൻ, അന്ന് ആ സാധനം ഇട്ടാ പിന്നെ ഒരറിവുമില്ല. പിന്നെ ഹെൽസ് പാരഡൈസ് അത്യാവശ്യം നല്ലതായിരുന്നു, പക്ഷെ ഇല്ല. അതേപോലെ തന്നെ ബ്ലാക്ക് ഫ്ലവർ, അത് പിന്നെ നമുക്ക് ഊഹിക്കാലോ. ഈ ജംപ് ഫെസ്റ്റിൽ ഇതിന്റെ ഒന്നും പേരില്ല എന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അടുത്ത വർഷമൊന്നും ഇതൊന്നും വരുമെന്ന് നിങ്ങൾ വിചാരിച്ചിരിക്കേണ്ട എന്നാണ്. അത് കഴിഞ്ഞിട്ട് വല്ലതും വന്ന് അവിടെ നിന്ന് അങ്ങനെ ബസേക്കിലേക്ക് വരുന്ന സമയത്ത് അടുത്ത വർഷം 2025 സമ്മറിലായിരിക്കും അതിന്റെ റിലീസ് ഉണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ സ്റ്റുഡിയോ എക്ലിപ്സ് എന്ന ഒരു ഫാൻ ആനിമേഷനാണ് ഇത് ചെയ്യുന്നത്. ബസേക്ക് ബ്ലാക്ക് സ്പോർട്സ്മാൻ ആർക്കായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ പ്രോബ്ലിയിലേക്ക് ഒരു 4-5 എപ്പിസോഡ് അത്ര ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു ധാരണ. എനിവേ 2025 സമ്മറിൽ എപ്പിസോഡ് 1 വരും എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. 2016 ഒരു പണൽ പണിയിട്ട് പോയതാ ഈ ഒരു ബസേക്കിനെ, പിന്നെ ആരും അത് തൊട്ടിട്ടില്ല. ഇനി ഇതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, കണ്ടു നോക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടു. കിട്ടിയപ്പോൾ ഒരു ആഹ്ലാദം കിട്ടിയതാണോ എന്നറിയത്തില്ല. എന്തായാലും വരട്ടെ. ആൻഡ് സ്പീക്കിംഗ് അബൌട്ട് ബസേക്ക്, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ സ്ട്രൈറ്റ്സ് എന്ന ഒരു പുതിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, റീലോഡ് മീഡിയ ആൻഡ് സിംപ്ലിഫൈഡ് ഗൂഗിൾ, ഇങ്ങനെ 3 പേര് ചേർന്നിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. വായിക്കൊള്ളാത്തൊരു പേരാണ് സ്ട്രൈറ്റ്സ്. ഓക്കെ, സോ അത് ബേസിക്കലി ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു ഫിക്ഷണൽ സിറ്റിയാണ്. എനിക്കിഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള അവരുടെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് വന്ന് കൺവേർജ് ആകുന്ന ഒരു പോയിന്റ്. ഈ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആനിമെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു ഹോൾ ഹബ്ബായിട്ട് ഇത് മാറണം എന്നതാണ് എൻ്റെ മൈൻഡിൽ. അപ്പോൾ അതിന്റെ പരിപാടികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. സോ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളൊരു ടീഷർട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണത്. അതായത് നമ്മുടെ ബസേക്കിലെ ഗട്സിനെയും ആ ഒരു ബീച്ച് ഓഫ് ഡാർക്ക്നെസ്സിനെയും ഫീച്ചർ ചെയ്യുന്ന ഒരു സീംലെസ് ഡിസൈൻ ഒക്കെയുള്ള ഒരു ടീഷർട്ട്. സ്ട്രഗ്ലേഴ്സിന് വേണ്ടി സ്ട്രഗ്ലേഴ്സ് ക്രിയേറ്റ് ചെയ്ത ഒരു കിടിലൻ ടീഷർട്ട്. എനിക്കിവിടെ ആകെ തരാൻ പറ്റുന്ന ഉറപ്പെന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന കാശിന് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള വേർത്തി ആയിട്ടുള്ള ഒരു ടീഷർട്ട് ആയിരിക്കും എന്ന് മാത്രമാണ്. അപ്പോൾ അതൊരു ഹെവി വെയിറ്റ് ഓവർ സൈസ് റെഡ് ടീഷർട്ടാണ്. റെഡ് ഇച്ചിരി തെറിച്ചിരിക്കുന്ന കളറാണ് എനിക്കറിയാം, പക്ഷേ ഈ ഡിസൈനിന്റെ കൂടെ അത് നന്നായിട്ട് പോകുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഡിസൈൻ ആണെങ്കിലും ആ ഒരു DTF അല്ല, അതായത് സ്റ്റിക്കർ പരിപാടിയല്ല, പ്രോപ്പർ ഇങ്ക് വെച്ചിട്ടുള്ള സ്ക്രീൻ പ്രിന്റിംഗ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിന്റിംഗ് ക്വാളിറ്റിയിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും വിട്ടിട്ടില്ല. ഇത് പോരാത്തതിന് പഫിംഗും ഉണ്ട് ബാക്കിലൊക്കെ, ബ്രാൻഡ് ഓഫ് സാക്രിഫൈസ് ഒക്കെ. ഞാൻ ഇങ്ങനെ പറയുന്നതിനേക്കാളും നിങ്ങൾ ഒന്ന് വെബ്സൈറ്റ് കയറി നോക്കൂ, അല്ലെങ്കിൽ സ്ട്രൈറ്റ്സിന്റെ പേജ് നോക്കിയാലോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഇത് വേണോ, വേർത്തിയാണോ അല്ലയോ എന്നതൊക്കെ. അവിടെ നിന്ന് അപ്ഡേറ്റ്സിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് സോളോ ലെവലിൽ ഇങ്ങനെ ഒരു K-ഡ്രാമ വരാൻ വേണ്ടി പോവാണ് അത്ര. തീർച്ചയായിട്ടും ലൈവ് ആക്ഷൻ ആണ്. അതിന്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആരാ ലീഡ് എപ്പോഴാണ് വരുന്നത് എന്നൊന്നും അറിയത്തില്ല, കാരണം പെട്ടെന്നായിരുന്നു ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എന്നൊരു കാര്യം അറിയുന്നത്. ഇതിന് സോളോ ലെവലിന് സീസൺ 2ലേക്ക് വരുന്ന സമയത്ത് സെപ്റ്റംബർ 15 അതിന്റെ ടീസറോ ട്രെയിലറോ അല്ലെങ്കിൽ റിലീസ് ഡേറ്റിന്റെ അനൗൺസ്മെന്റോ എന്തോ വരാൻ സാധ്യതയുണ്ട്. മുമ്പ് കിട്ടിയ ഗ്ലിംസ് ഒക്കെ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ സീസൺ 1 ടോപ്പ് ചെയ്യുന്നൊരു സീസൺ 2 ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. then അടുത്ത വർഷം ജാനുവരിയിലാണ് സക്കമോട്ടോ ഡേയ്സ് വരാൻ വേണ്ടി പോകുന്നത്. അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള അത്യാവശ്യം ഹൈപ്പുള്ള ഒരു സാധനമാണ്. മൊത്തം 24 എപ്പിസോഡിലെ ഈ ഒരു സീരീസ് 2 പാർട്ടായിട്ടായിരിക്കും റിലീസ് ആവുക. പക്ഷേ ബാക്ക് ടു ബാക്ക് ആയിരിക്കും, അല്ലാതെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. then ഒക്ടോബർ 11 മൈ ഹീറോ അക്കാഡമിയുടെ ഏറ്റവും പുതിയ സിനിമ വരുന്നുണ്ട്. യു ആർ നെക്സ്റ്റ് എന്നാണ് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. ആൻഡ് ഇതൊരു നോൺ കാനോൺ ആണ്, അതുകൊണ്ട് തന്നെ മെയിൻ സ്റ്റോറി ആയിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ആൻഡ് ബൈ ദ വേ ഇതിന്റെ മാംഗ ഒഫീഷ്യലായിട്ട് അവസാനിച്ചു. ഇനി ആനിമെ മാത്രമേ ബാക്കിയുള്ളൂ. അതാണെങ്കിൽ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് പോകുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ പലരും ഈ ഒരു സീരീസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ഷോണൻ കാറ്റഗറിയിൽ തന്നെ അത്യാവശ്യം നല്ലൊരു സാധനമാണ്. ദെൻ ബ്ലൂ ലോക്ക് സീസൺ 2ന്റെ ടൈറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ U20 വേഴ്സസ് ബ്ലൂ ലോക്ക് എന്നാണ്. തുടർന്ന് അതിന്റെ ഒരു കീ വിഷ്വലും പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്ത മാസം ഒക്ടോബർ 5 ഇത് വരുന്നത്. ദെൻ അവിടെ തന്നെ അറ്റാക്ക് ഓൺ ടൈറ്റനിലേക്ക് വരികയാണെങ്കിൽ അതിന് പുതിയൊരു സിനിമ വരുന്നുണ്ട്. വെൽ ടെക്നിക്കലി സ്പീക്കിംഗ് അതൊരു പുതിയ സിനിമയല്ല. JJK പോലെ ലാസ്റ്റ് 2 എപ്പിസോഡ് ചേർത്ത് വെച്ച് ഒരു സിനിമയായിട്ട് അവർ റിലീസ് ചെയ്യുക. ഇതിനു വേണ്ടിയായിരിക്കും അന്ന് തന്നെ അത് ഓങ്ങി വെച്ചു. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയില്ല, പറ്റിയിട്ടുണ്ട്.
ഉണ്ടാവില്ല. സോ AOT മൂവി നവംബർ 8 തീയതിയാണ് റിലീസ് ആവുന്നത്. ഇവിടെ ഉണ്ടാവും, എന്തായാലും കുറച്ചാൾ കഴിയുമെന്ന് മാത്രം. ദെൻ ഡോക്ടർ സ്റ്റോൺ സീരീസിന്റെ ഫൈനൽ സീസൺ ആണ് സീസൺ 4 എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ ഒരു സീസണെ അവർ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോവാണെന്ന്. ബാക്ക് ടു ബാക്ക് ആയിരിക്കും അന്ന് അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ പോയാലും ഗ്യാപ്പ് ഉണ്ടാവും. ആഞ്ഞു പിടിച്ചാൽ ഒരു 4-6 മാസം എന്തായാലും ഉണ്ടാവും. സോ ഡോക്ടർ സ്റ്റോൺ സീസൺ 4 3 ഡിവൈഡ് ആവുന്നു. അത്ഭുതപ്പെടാനില്ല. എങ്കിൽ പോലും ഈ ഡോക്ടർ സ്റ്റോൺ ബിഞ്ച് ചെയ്യാനുള്ളൊരു സുഖം അത് വേറെ തന്നെയാണ്. ഇതും കുറേ പേര് കാണാതിരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഇതൊരു വൺ ഓഫ് എ കൈൻഡ് ഷോ ആണ്. ദെൻ ഒക്ടോബർ 25 ബ്ലൂ എക്സോസിന്റെ സീസൺ 4 സ്റ്റാർട്ട് ചെയ്യും. മൊത്തം 24 എപ്പിസോഡ്. ഇതും 2 കോറായിട്ട് തിരിയുന്നുണ്ട്. എങ്കിൽ പോലും അടുപ്പിച്ചായിരിക്കും എല്ലാ എപ്പിസോഡും വരുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ആ ഒരു ഇഷ്യൂ ഇല്ല. ദെൻ നറൂട്ടോ ലൈവ് ആക്ഷന്റെ സ്ക്രിപ്റ്റ് ഇപ്പോൾ ഏതാണ്ട് കംപ്ലീറ്റ് ആയെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. മാർവലിന്റെ ഷാങ്ജി സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള ഡാനിൽ ക്രട്ടനാണ് ഈ ഒരു സിനിമ എഴുതി സംവിധാനം ചെയ്യുന്നത്. സോ സത്യം പറയുവാണെങ്കിൽ നറൂട്ടോ ലൈവ് ആക്ഷനിൽ എനിക്ക് കുറച്ച് പ്രതീക്ഷയുണ്ട്. കൺസിഡറിംഗ് റീസെന്റ് ഇയേഴ്സിൽ വന്ന ലൈവ് ആക്ഷന്റെ പുരോഗമനം കാണുമ്പോൾ, എസ്പെഷ്യലി വൺ പീസും പാരസൈറ്റ് ഒക്കെ. സോ എന്തായാലും കണ്ടറിയാം. ദെൻ ഒക്ടോബർ 10 ടൂം റൈഡറിന്റെ ആനിമെ റിലീസ് ചെയ്യുന്നത്. ലെജൻഡ് ഓഫ് ലാറ ക്രോഫ്റ്റ് ടൈറ്റിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു സീരീസ് നമ്മുടെ പവർ ഹൗസ് ആനിമേഷൻ ആണ് ചെയ്യുന്നത്. ഇതേ ടീമാണ് കാസിൽമാനെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിന്റെ ട്രെയിലർ ലാസ്റ്റ് ഇയറും വന്നിട്ടുണ്ടായിരുന്നു. സോ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാതെ പോയ 2 കിഡിലൻ അഡ്വഞ്ചർ സാധനങ്ങളാണ്. ഒന്ന് ടൂം റൈഡറും ഒന്ന് അൺചാർട്ടഡും. ടൂം റൈഡറിന്റെ ആ ഒരു സിനിമ പിന്നെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അൺചാർട്ടഡ് ആരടമ്മയ്ക്കോ പാൻഡപ്രസോൾ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ഒരു അത്യാവശ്യത്തിലെടുത്ത ഒരു പടം പോലെയാണ് എനിക്ക് അത് ഫീൽ ചെയ്തത്. അതിന് സീക്വൽ വരുന്നുണ്ടെന്നും പറയുന്നുണ്ട്. എന്താണോ എന്തോ. അവിടെ തന്നെ ലോർഡ് ഓഫ് ദി റിങ്സിലേക്ക് വരുന്ന സമയത്ത് അതിനും പുതിയൊരു ആനിമെ മൂവി വരുന്നുണ്ട്. ഇത് ഈ വർഷം ഡിസംബർ 13 റിലീസ് ചെയ്യുന്നുണ്ടാവും. ട്രെയിലർ വന്നിട്ടുണ്ട്, കാണാൻ കിടിലമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ദെൻ വൺ പീസ് സൈഡിൽ ലൈവ് ആക്ഷന് കുറെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സീസൺ 2 ലോക്ക്ഡൌണിൽ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ഡ്രം ഐലൻഡ് വരെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ദെൻ സീസൺ 2 പുതിയ കാസ്റ്റിനെ റിവീൽ ചെയ്തിട്ടുണ്ട്. അതിൽ 2 ഇന്ത്യൻസും ഉണ്ട്. ഒന്ന് നമ്മുടെ പ്രിൻസസ് വിവിയാണ്. അത് ചെയ്യുന്നത് ചരിത്ര ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ആയിരിക്കും. ദെൻ കോബ്ര എന്ന ക്യാരക്ടർ ചെയ്യുന്നത് സെന്തിൽ രാമമൂർത്തി. ഡോക്ടർ കുരേഹ ആൻഡ് ഡോക്ടർ ഹിരുലുക് ചെയ്യുന്നത് കാറ്റി സാഗൽ ആൻഡ് മാർക്ക് ഹാർഡിക് എന്ന് പറയുന്ന 2 ആക്ടേഴ്സ് ആയിരിക്കും. പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് വരും ദിവസങ്ങളിൽ വരുമെന്ന് വിചാരിക്കാം. ദെൻ സ്റ്റുഡിയോ ട്രിഗർ ട്രാൻസ്ഫോമേഴ്സിന് പുതിയൊരു ആനിമെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സർപ്രൈസിംഗ് ആയിരുന്നു. ടീസർ വന്നിട്ടുണ്ട്, പക്ഷേ റിലീസ് എപ്പോഴാണെന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ആനിമെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമ്മൾ ഹോളിവുഡ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ റോബർട്ട് പാറ്റിൻസണും സെൻഡയും ചേർന്ന് A24 വേണ്ടി ഒരു സിനിമ ചെയ്യാൻ വേണ്ടി പോവാണ് എന്ന രീതിയിലുള്ള സംസാരം കേൾക്കുന്നുണ്ട്. ആൻഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വേറെ ആരുമല്ല, അരിയസ്റ്റർ ആണ്. മിഡ് സോമർ, ഹെറിഡിറ്ററി എല്ലാം ഇങ്ങനത്തെ സിനിമകളായിരുന്നു. ദി ഡ്രാമ എന്നായിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ ടൈറ്റിൽ വരാൻ വേണ്ടി പോകുന്നത്. ഇത് എന്തിനെ വെച്ചിട്ട് എന്ത് ടൈപ്പിലാണ്, ഹൊററാണോ അല്ലെങ്കിൽ ഒന്നും അറിയത്തില്ല. ആകെ അറിയുന്നത് ഇതിന്റെ സംവിധായകനെ മാത്രമാണ്. A24 വേണ്ടി ഡ്രീം സിനാരിയോ എന്ന് പറയുന്ന നിക്കോളസ് കേജിന്റെ സിനിമ സംവിധാനം ചെയ്ത അതേ ക്രിസ്റ്റഫർ ബൊഗോളി ആയിരിക്കും ഈ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ തിയേറ്ററിൽ കണ്ട ആദ്യത്തെ A24 സിനിമ ഡ്രീം സിനാരിയോ ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയായിരുന്നത്. ഓവർനൈറ്റിൽ ഒബാമയാവെന്ന് പറയുന്ന ആ ഒരു ചൊല്ലുണ്ടല്ലോ, ആ ലൈനാണ് ഈ ഒരു സിനിമ പിടിച്ചേക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനും ക്യാരക്ടേഴ്സും ആണ്. അന്ന് ആ ഒരു അബ്സേർഡിറ്റിയെ അവർ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സിനിമ ചെയ്ത ക്രിസ്റ്റഫർ ബോഗ്ലി പ്ലസ് പ്രൊഡ്യൂസറായിട്ട് അരിയസ്റ്റർ, റോബർട്ട് പാറ്റിൻസൺ, സെൻഡയ, A24 ഈ ഒരു ടീം തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിനെപ്പറ്റി കൂടുതലൊന്നും ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. കിട്ടുന്ന പക്ഷേ ഞാൻ അറിയിക്കാം. ദെൻ പീക്കി ബ്ലൈൻഡേഴ്സ് സീരീസിന് ഒരു സിനിമ വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്ത ഒരു കാര്യം നെറ്റ്ഫ്ലിക്സ് ഒരു പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ആ ഒരു പടത്തിലേക്ക് 2 പുതിയ കാസ്റ്റിംഗ് നടന്നിട്ടുണ്ട്. ബാരി കീഗണും റെബക്ക ഫെർഗൂസണും. 2 പേരും കിടിലൻ ആക്ടേഴ്സ് ആണ്. ബാരി കീഗന്റെ ആ ഒരു റേഞ്ച് അറിയണമെങ്കിൽ സാൾബേൺ എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ഒരു പടം വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുത്ത് കണ്ടു വെക്കാൻ മതി. പടം ഇഷ്ടപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം. അതിൽ ബാരി കീഗൺ പൊളിച്ചടിക്കിട്ടുണ്ട്. പിന്നെ നമ്മുടെ റെബക്ക ഫെർഗൂസൺ പറയണ്ടല്ലോ, ഡ്യൂണിലൊക്കെ നമ്മൾ റെവറൻ മദറായിട്ട് കണ്ടതാണ്. അപ്പോൾ ഇവർ 2 പേരും ആയിരിക്കും ആ ഒരു സിനിമയിൽ പുതിയ കാസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ടാവുക. ബാരി കീഗൺ ഇൻഡിവേറിൽ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇറ്റ്സ് ഗോയിങ് ടു ബി എപ്പിക് എന്നാണ്. ഒരു വൻ പീക്കി ബ്ലൈൻഡേഴ്സ് സിനിമയാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അതിനൊരു സംശയമില്ല. നീണ്ട 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സാം റേമി ഒരു ഹൊറർ സിനിമ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഒരു ഒറ്റപ്പെട്ട ഒരു റിമോട്ട് ആയിട്ടുള്ള ഒരു ഐലൻഡിനെ ബേസ് ചെയ്ത് വരാൻ വേണ്ടി പോകുന്ന ഈ ഒരു ചിത്രം ഒരു ഹൊറർ ത്രില്ലർ ആയിരിക്കും. പടത്തിന് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് സെൻഡ് ഹെൽപ്പ് എന്നാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു ഹൊറർ വേർഷൻ ഓഫ് കാസ്റ്റവേ എന്ന് വേണമെങ്കിലും പറയാൻ പറ്റും. ചുമ്മാ വെറുതെ പറയാം. പുള്ളി വീണ്ടും ആ ഒരു ഡയറക്ഷൻ ട്രാക്കിലോട്ട് വന്നതിലും ഞാൻ ഹാപ്പിയാണ്. പുള്ളി കോമിക് ബുക്കും ഹൊററും വിട്ടിട്ട് വേറെ എന്തെങ്കിലും പരിപാടി പിടിക്കുകയായിരുന്നെങ്കിൽ ഒന്നുകൂടെ നന്നായാണ്. ജസ്റ്റ് ക്യൂരിയസ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ദെൻ വൈ ഡോണ്ട് യു ലവ് മീ എന്ന് പറഞ്ഞ A24 ഏറ്റവും പുതിയൊരു ഡാർക്ക് കോമഡി സിനിമ വരുന്നുണ്ട്. അതിലെ മെയിൻ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ജെനിഫർ ലോറൻസ് ആയിരിക്കും. ജെനിഫർ ലോറൻസും കോമഡിയും വി കനോട്ട് ഗോ റോങ് ഓൺ ദാറ്റ്. അത് ഓൺ സ്ക്രീൻ ആണെങ്കിലും ശരി, ഓഫ് സ്ക്രീൻ ആണെങ്കിലും ശരി. പക്ഷെ അതെന്തായാലും നോ ഹാർട്ട് ഫീലിംഗ് പോലെ ഒരു സ്ലാപ്സ്റ്റിക് കോമഡി പരിപാടി അല്ല അവർ ഉദ്ദേശിക്കുന്നത്. ഇതെന്തോ കുറച്ച് സീരിയസ് ആയിട്ട് ആൻഡ് ചെറിയൊരു സൈഫൈ ബാക്ക്ഡ്രോപ്പ് ഒക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അവർ ഡയറക്ടർ ആരാണെന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ടില്ല. അതിനുള്ള തെരച്ചിലാണെന്ന് തോന്നുന്നു. അരിയസ്റ്ററിന്റെ പേര് കേൾക്കുന്നുണ്ട്, അതിനെ അറിഞ്ഞുകൂടാ. ഇതുകൂടാതെ വേറൊരു പ്രോജക്റ്റും കൂടെ ഉണ്ട്, ദി വൈവ്സ് എന്ന് പറഞ്ഞിട്ട്. ഇത് ആപ്പിൾ TV പ്ലസിന് വേണ്ടി A24 അതേപോലെ തന്നെ ജെനിഫർ ലോറൻസും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു മർഡർ മിസ്റ്ററി ആണെന്ന് അറിയാം, പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഹൗസ് ഓഫ് ദി ഡ്രാഗൺസിന്റെ സീസൺ 2 കഴിഞ്ഞു. നിങ്ങൾ എത്ര പേര് കണ്ടു? നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? താഴെ എന്തായിരുന്നു കമന്റ് ചെയ്യുക. സോ സീസൺ 3യുടെ പ്രൊഡക്ഷൻ അടുത്ത 2025 ഫസ്റ്റ് ഹാഫിൽ തുടങ്ങും എന്നാണ് അറിയിച്ചേക്കുന്നത്. ആൻഡ് സീസൺ 3 കഴിഞ്ഞ് സീസൺ 4 കൂടി ഈ ഒരു സീരീസ് തന്നെ അവസാനിക്കും. അതും അവർ കൺഫേം ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഇനി ആകെ 2 സീസൺ കൂടി ഹൗസ് ഓഫ് ദി ഡ്രാഗൺസ് ഉണ്ടാവുള്ളൂ. ദെൻ സാക് സ്നൈഡറിന്റെ ആർമി ഓഫ് ദി ഡെഡ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിന്റെ കുറച്ച് സ്പിൻ ഓഫ് ഉണ്ടായിരുന്നു. അതിപ്പോൾ അവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പ്ലാനറ്റ് ഓഫ് ദി ഡെഡ് എന്നായിരുന്നു പടത്തിന് പേരിട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഫ്രാഞ്ചൈസിൽ ആകെ 2 സിനിമയാണ്, ആർമി ഓഫ് തീവ്സും അതേപോലെ തന്നെ ആർമി ഓഫ് ഡെഡും. രണ്ടും വലിയ കാര്യമൊന്നുമില്ല, ചുമ്മാ അങ്ങനെ കണ്ടിരിക്കാം. ആൻഡ് സാക്കിനെ പറ്റി പറയുമ്പോൾ ആളുടെ റെബൽ മൂണിന്റെ ഒരു എക്സ്റ്റൻഡ് ഡയറക്ടർ കട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. ടു ബി ഓണസ്റ്റ് എനിക്ക് അത് മറ്റ് 2 ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു. ബേസിക് പരിപാടി
സ്റ്റൈലും സ്റ്റോറിയൊക്കെ അതേപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ അത് ആ ഒരു കുറച്ചും കൂടെ ബ്രോഡർ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ക്യാരക്ടേഴ്സും അവരുടെ റീസൺസും കുറച്ചും കൂടെ ഫ്ലഷ്ഡ് ഔട്ട് ആണ്. ആ വേൾഡിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. സോ റെബൽ മൂൺ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് കട്ട് കാണാൻ ശ്രമിച്ചു നോക്കുക. അതായിരിക്കും ഒന്നുകൂടെ നന്നായിട്ടുണ്ടാവുക. ഡെക്സ്റ്റർ എന്നൊരു കിടിലൻ സീരീസ് ഉണ്ടായിരുന്നു. അതിന് ഒരു സീക്വൽ അവന്മാർ കുറച്ചാൾ മുമ്പ് വിട്ടിട്ടുണ്ടായിരുന്നു, ന്യൂ ബ്ലഡ് എന്ന് പറഞ്ഞു. അത് വന്നതും പോയതൊന്നും ഒരൊറ്റ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. കാരണം അതിനകത്ത് ഒരു കോപ്പും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ താണ്ട് അതിനും ഒരു സീക്വല് ഡെക്സ്റ്റർ റിസറക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. എന്തിനോ എന്തോ പിഴിയാനാണ്. അതിനെന്തെങ്കിലും കാരണം വേണമല്ലോ. പ്ലോട്ട് ആർമർ തിരിച്ചു കൊണ്ടുവരുന്നു. എന്തിന്? എനിവേ ഡെക്സ്റ്റർ മോർഗൻ ഇസ് റിട്ടേണിംഗ്. ഡെക്സ്റ്റർ റിസറക്ഷൻ എന്ന് പറഞ്ഞൊരു സീരീസ് വരുന്നുണ്ട്. ദെൻ ദി ബോയ് സീരീസിന് ഒരു പ്രീക്വൽ വരുന്നുണ്ട്. ഇപ്പോഴല്ല, 1950s നടക്കുന്ന ഒരു സ്റ്റോറി. സോൾജർ ബോയും സ്റ്റോം ഫ്രണ്ടും നമ്മുടെ ഒരു വോട്ടിന്റെ ഒറിജിനും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അതിന്റെ സ്റ്റോറി ലൈൻ പോകുന്നുണ്ടാവുക. പ്രോജക്റ്റിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ ഒന്നും ആയിട്ടില്ല, ഏർലി ഡെവലപ്മെന്റിലാണെന്ന് പറയുന്നുണ്ട്. ദെൻ സ്റ്റാർ വാർസ് അക്വലൈറ്റിന്റെ സീസൺ 2 ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ചരിത്ര നേട്ടമായിരുന്നു റേറ്റിംഗിന്റെ ഭാഗത്ത് ഇവർ നേടിയിട്ടുണ്ടായിരുന്നത്. വലിയ അത്ഭുതപ്പെടാനൊന്നും ഉണ്ടായിരുന്നില്ല, അത് വേറൊരു കാര്യം. എങ്കിൽ പോലും അക്വലൈറ്റിനകത്ത് അവർ കുറേ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. ആസ് എ സ്റ്റാൻഡ് ലോൺ സൈഫൈ വർക്കായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അക്വലൈറ്റ് ഈസ് ഡീസന്റ് വൺ. പക്ഷേ ഈ ഒരു കാര്യം അവർ പണി വെച്ചിരിക്കുന്ന സ്റ്റാർ വാർസ് യൂണിവേഴ്സിലാണല്ലോ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഫാൻസിനെ ട്രിഗർ ചെയ്തും ഈ ഒരു റേറ്റിംഗ് ഇത്ര കീപ്പോട്ട് പോകാനുള്ള കാരണം ഇത് തന്നെയാണ്. ഇവനൊക്കെ ഏതിൽ വേണമെങ്കിൽ കൈവച്ചോട്ടെ, മാൻഡലോറിൽ കൈവയ്ക്കാൻ വേണ്ടി പോകരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ദെൻ നമ്മുടെ ബാർബിയില്ലേ, ബാർബിക്ക് ഒരു ആനിമേറ്റഡ് മൂവി വർക്കിലാണ് എന്ന രീതിയിലൊരു സംസാരം കേൾക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ലൈവ് ആക്ഷൻ സ്പിൻ ഓഫ് ഷിറ്റ്സ് ഒക്കെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. സോ ദിസ് ഈസ് വെരി സഡൻ സർപ്രൈസ് ഫോർ മീ. നിങ്ങൾക്ക് എങ്ങനെ സർപ്രൈസ് ആയോ ഇല്ലയോ താഴെ കമന്റ് ചെയ്യൂ. ഇവിടെ നേരെ പെസിഫിക് റിമിലോട്ട് വരുന്ന സമയത്ത് അതിനൊരു പ്രീക്വൽ സീരീസ് വരാൻ വേണ്ടി പോവാണ്. അത്യാവശ്യം നല്ല സാധനങ്ങളായിരുന്നു പെസിഫിക് റിം 1ഉം 2ഉം. നെറ്റ്ഫ്ലിക്സിൽ 2 സീസൺ പോയ ഒരു ആനിമയും ഈ ഒരു പെസിഫിക് റിമിനുണ്ട്. സോ ഇതിന്റെ വേൾഡ് ആക്ച്വലി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സോ അതിന്റെ ഒരു പ്രീക്വൽ പരിപാടി എന്ന് പറയുമ്പോൾ നന്നായിട്ടുണ്ടാവും തോന്നുന്നു. അതിന്റെ റൈറ്റർ എന്ന് പറയുന്നത് അറൈവൽ അതേപോലെ തന്നെ ബേർഡ് ബോസിന്റെ ഒക്കെ റൈറ്റർ ആയിട്ടുള്ള എറിക് ഹേസർ ആയിരിക്കും. അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേസിൽ പുള്ളി കില്ലാടിയാണ്. സോ കണ്ടറിയണം പെസിഫിക് റിമിന്റെ ഈ ഒരു പ്രീക്വൽ സീരീസ് എങ്ങനെ പോകുന്നു. ഗില്ലമോ ഡെൽ ടോറോ തന്നെ തിരിച്ചു വരുവാണെങ്കിൽ പൊളിച്ചാണ്, പക്ഷേ അതിന് ചാൻസ് കുറവാണ്. ഇതിന് അവതാർ 3യുടെ ഫസ്റ്റ് ലുക്കും ടൈറ്റിലും റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവതാർ ഫയർ ആൻഡ് ആഷ് എന്നാണ് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. ജെയിംസ് ക്യാമറോൺ തന്നെയായിരിക്കും അവതാർ 4ഉം 5ഉം ചെയ്യുന്നതെന്നും പുള്ളി പറഞ്ഞിട്ടുണ്ട്. അവതാർ 4ഉം 5ഉം വേറൊരുത്തം ചെയ്യണമെങ്കിൽ ഞാൻ ചാവണം എന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. സോ ബ്രോ ഈസ് നോട്ട് ഗോയിങ് ടു ഗിവ് അപ്പ് ഓൺ അവതാർ. അത് ആ കാര്യത്തിൽ ഷുവറാണ്. സങ്കടമുണ്ട് പുള്ളി ഈ ഒറ്റ ഫ്രാഞ്ചൈസ് തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതിൽ. പുള്ളിയുടെ അന്നത്തെ ആ ഒരു പ്രൈം ടൈമിൽ പുള്ളി എജ്ജാതി സാധനങ്ങൾ തന്ന ആളാണ്. ടൈറ്റാനിക്കിന് ശേഷം പുള്ളി ആകെ ചെയ്തത് അവതാർ മാത്രമാണ്. ഇനി അങ്ങോട്ട് 2031 വരെ ചെയ്യാൻ പോകുന്നത് അതായിരിക്കും. അതിൻ്റെ ഇടയിൽ വല്ല ഡിലേ ആവാത്ത പക്ഷം, അല്ലെങ്കിൽ ആ 31 ഉള്ളത് 35, 41 പറഞ്ഞു പോകും. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. പുള്ളിക്ക് ഇങ്ങനെ ആയിരിക്കും. എനിവേ ഇതിന് ആനിമേഷൻ മൂവീസ് ആയിട്ടുള്ള ടോയ് സ്റ്റോറി 5, ഇൻക്രെഡിബിൾസ് 3, അതേപോലെ തന്നെ ഷ്രെക് 5 ഇതിന്റെ എല്ലാം ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസ്നിയുടെ മറ്റേ ആ ഒരു ഈവന്റ് ഉണ്ടായിരുന്നല്ലോ, അതിലായിരുന്നു. പിന്നെ മറ്റേ ആ ഒരു സ്നോവൈൻ്റെ ആ ഒരു ട്രെയിലർ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വന്നായിരുന്നു. പിന്നെ നമ്മുടെ ലോർഡ് ഓഫ് ദി റിംഗ്സിന് ഒരു സ്പിൻ ഓഫ് ആയിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു, ദ ഹണ്ട് ഫോർ ഗോളം എന്ന് പറഞ്ഞിട്ട്. ഇതിനെ ഇവരൊരു 2 പാർട്ട് ഫിലിം ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ടു ബി ഓണസ്റ്റ് എനിക്ക് ഇതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇവർ ഈ ഒരു ഫ്രാഞ്ചൈസിനെ ഹാൻഡിൽ ചെയ്യുന്ന വിധം കാരണം കൊണ്ട്. ആമസോൺ പ്രൈമിൽ ഒരു സീരീസ് പോകുന്നുണ്ടായിരുന്നു, വമ്പൻ ബഡ്ജറ്റിൽ എടുത്തു വെച്ചിട്ട് ഒരു പണ്ണല്. ഇതെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോർഡ് ഓഫ് ദി റിംഗ്സിന്റെ ആ ഒരു സിനിമകളുടെ ആ ഒരു ബാർ എന്ന് പറയുന്നത് അങ്ങ് അറ്റത്ത് കൊണ്ട് അയച്ചേക്കുക. ഇപ്പോൾ ഉള്ളവന്മാർക്ക് മുക്കി നോക്കിയിട്ട് എത്താൻ പറ്റുന്നില്ല. ലോർഡ് ഓഫ് ദി റിംഗ്സിന് ശേഷം ഹോബിറ്റ് വന്നു എന്ന് പറഞ്ഞാൽ പോലും ഹോബിറ്റിനൊന്നും പിടിച്ചിരിക്കാൻ പോലും പറ്റിയില്ല. എനിവേ ഈ ഒരു ഹണ്ട് ഫോർ ഗോളം 2 പാർട്ടായിട്ട് തിരിയും എന്നൊരു കാര്യം ഇയാൻ മക്ലെൻ ആണ് റീസെന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൾക്കും ഇതൊരു സ്ക്രിപ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് വരട്ടെ, എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ഞാൻ കൂടുതൽ പറയാം. ദെൻ ഓഷ്യൻ ഫ്രാഞ്ചൈസിലെ അടുത്ത ചിത്രം ഓഷ്യൻസ് 14 ഇപ്പോൾ ഡെവലപ്മെന്റിലാണ് എന്നൊരു കാര്യം അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഡെഡ് ലൈനിൽ വന്നാണ്, അതുകൊണ്ട് ഓൾമോസ്റ്റ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ജോർജ് ക്ലൂനിയും ബ്രാഡ് പിറ്റ് ഒക്കെ തിരിച്ചു വരും എന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് എഡ്വേർഡ് ബെഗറാണ് ഇത് സംവിധാനം ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിലൊരു സംസാരം കേൾക്കുന്നുണ്ട്. ആശാൻ ആരാണെന്ന് അറിയത്തില്ലെങ്കിൽ 2022 നെറ്റ്ഫ്ലിക്സിൽ ഓൾ ക്വയറ്റ് ഓൺ ദി വെസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു കിടിലൻ പടം പുള്ളി ചെയ്തിട്ടുണ്ട്. കിടിലെന്നൊന്നും പറഞ്ഞാൽ പോലെ വൺ ഓഫ് ദ ബെസ്റ്റ് വാർ ഫിലിം എവർ ക്രിയേറ്റഡ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അത്രയും ഗംഭീര പടം വരുന്നത്. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ പുള്ളി ആയിരിക്കും ഇത് സംവിധാനം ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിൽ ഒരു സംസാരം കേൾക്കുന്നുണ്ട്. ഇതൊന്നും കൺഫേം ആയ കാര്യങ്ങളല്ല കേട്ടോ, കൺഫേം ആകുമായിരിക്കും, മേ ബി, പറയാൻ പറ്റില്ല. ദെൻ ആർക്കിൻ സീസൺ 2 നവംബർ 2 റിലീസാണ്. സീസൺ 2 മുമ്പായിട്ട് സീസൺ 1 നയവർക്കണം എന്നുള്ളവർക്ക് ഇപ്പോൾ തുടങ്ങാം. നെറ്റ്ഫ്ലിക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ വരുന്ന 16 to 19 നെറ്റ്ഫ്ലിക്സിന്റെ ഗീക്ഡ് വീക്ക് ഈവന്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. വരാനിരിക്കുന്ന നെറ്റ്ഫ്ലിക്സ് പ്രോജക്റ്റിന്റെ കുറെ അപ്ഡേറ്റ്സ് നമുക്ക് ഈ ഒരു ഈവന്റിൽ കിട്ടുന്നുണ്ടാവും. വൺ പീസ് ലൈവ് ആക്ഷന്റെ സീസൺ 2, സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ 2, അതേപോലെ തന്നെ സ്ട്രേഞ്ചർ തിങ്സ്, വെൻസ്ഡേ, അവതാർ, ലാസ്റ്റ് എയർ ബെൻഡർ, ഇങ്ങനെ കുറേ സാധനങ്ങളുടെ അപ്ഡേറ്റ് അവരന്ന് വരുന്നുണ്ടാവും. അപ്പോൾ സെപ്റ്റംബർ 16 to 19 ആമസോൺ പ്രൈമിൽ റീച്ചർ സീരീസിന് ഇപ്പോൾ ഒരു സ്പിൻ ഓഫ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. റീച്ചറിന്റെ ടീമിലുള്ള കണ്ണിങ് ആയിട്ടുള്ള നമ്മുടെ നീഗ്ലി എന്ന ക്യാരക്ടറിനെ വെച്ചിട്ടായിരിക്കും ഈ ഒരു സീരീസ് പോകുന്നുണ്ടാവുക. റീച്ചർ എന്ന സീരീസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ ഈ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഷീസ് എ കണ്ണിങ് ബാഡ് ആസ് ക്യാരക്ടർ. റീച്ചർ എന്ന സീരീസിന്റെ സീസൺ
2 എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ആസ് കമ്പയർ ടു സീസൺ 1. ബിക്കോസ് ജാക്ക് റീച്ചർ എന്ന ഒരു ക്യാരക്ടറിനെ അവർ കുറച്ച് ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച പോലെ ഒരു ഫീൽ എനിക്ക് വന്നായിരുന്നു. ഹോപ്പ് സീസൺ 3 അത് ഉണ്ടാവാതിരിക്കട്ടെ. ജുറാസിക് വേൾഡ് ഡൊമൈനിയൻ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ക്ലാസ് പടത്തിന് ശേഷം ഇപ്പതാ റീബർത്ത് എന്ന് പറഞ്ഞ അടുത്തൊരു ജുറാസിക് വേൾഡ് സിനിമയും വരുന്നുണ്ട്. ഇതിലുള്ള ആകെ ഒരു ആശ്വാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റൈറ്റർ എന്ന് പറയുന്നത് ദി ലെജൻഡറി ഡേവിഡ് കോയ്പ് ആണ്. ഈ മനുഷ്യനാണ് ഒറിജിനൽ ജുറാസിക് പാർക്ക് എഴുതിയത്, മിഷൻ ഇംപോസിബിളും അതേപോലെ തന്നെ ഇന്ത്യാന ജോൺസ്, അങ്ങനെ ഇഷ്ടം പോലെ സിനിമകൾ പുള്ളി ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് എടുക്കാനായിട്ടാണെങ്കിലും കുറച്ച് കഥയുണ്ടാവും എന്നൊരു കാര്യത്തിൽ ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഡൊമൈനിയൻ തിയേറ്ററിൽ കണ്ട എൻ്റെ അവസ്ഥയുണ്ടല്ലോ, ദാരുണമായിരുന്നു മോനെ, ദാരുണം. സ്കാലറ്റ് ജോഹാൻസൺ അതേപോലെ തന്നെ മെർഷൽ അലി ഇവരൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. പടം അടുത്ത വർഷം ജൂലൈയിലേക്കാണ് സ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. 2-3 ഫസ്റ്റ് ലുക്കും ടൈറ്റിലും മാത്രമേ റിവീൽ ചെയ്തിട്ടുള്ളൂ. സോ വേറൊന്നും അറിയാൻ സാധിച്ചിട്ടില്ല. ദെൻ ജോൺ വിക് 5ലേക്ക് വരുന്ന സമയത്ത് അതിന്റെ വർക്ക് എല്ലാം ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് എന്നൊരു കാര്യം അറിയാൻ സാധിച്ചിട്ടുണ്ട്. പ്രൊഡക്ഷൻ 2025 ആയിരിക്കും സ്റ്റാർട്ട് ആവുന്നുണ്ട്. എനിവേ കിയാനോ റീവ്സ് റിട്ടേൺ ആവുന്നുണ്ടാവും. അതൊരു കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനേക്കാളും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബലേറിനിക്ക് വേണ്ടിയാണ്. അതൊന്നും വന്ന് കിട്ടിയാൽ മതിയായിരുന്നു. ആന ഡെ ആർമസിന്റെ സിഡ്നി സ്വീനിയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഏഡന്റെ പ്രൊമോഷൻ വന്ന സമയത്ത് പുള്ളിക്കാരത്തിൽ ഒരു ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. It's beautiful. I'm very proud of it. It's really exciting. It's dangerous. It's sexy. It's very John Wick. ഈ വർഷം വരേണ്ട പടം ഇനിയിപ്പോൾ 2025 ജൂൺ 6 വരുന്നത്. എന്ത് ചെയ്യാൻ പറ്റും, കാത്തിരിക്കാനുള്ളത്. ഓക്കെ, അവിടെ നിന്ന് ലാസ്റ്റ് ഫേസിലേക്ക് വരുന്ന സമയത്ത് അതിൽ സീസൺ 2 ഷൂട്ടിംഗ് ഇപ്പോൾ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തുടർന്ന് ഒരു ടീസർ ട്രെയിലറും അവർ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇതെന്തായാലും അടുത്ത കൊല്ലം വരത്തുള്ളൂ. അപ്പോൾ എപ്പോൾ ഒന്നൊരു ചോദ്യം വരികയാണെങ്കിൽ ആദ്യ സീസൺ പോസ്റ്റ് പ്രൊഡക്ഷൻ തന്നെ ഏതാണ്ട് 6 മാസത്തോളം എടുത്തിട്ടുണ്ട്. അതേ കണക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി മാർച്ച് ആ ഒരു ടൈമിൽ സീസൺ 2 വരാനുള്ള സാധ്യത ഉണ്ട്. അറിയില്ല, സീസൺ 1 എത്രയോ വലുതാണ് സീസൺ 2, അതുകൊണ്ട് കുറച്ച് നീളാനും സാധ്യതയുണ്ട്. ബട്ട് എന്തായാലും അടുത്ത വർഷത്തിന്റെ ഫസ്റ്റ് ഹാഫിന്റെ ഉള്ളിൽ തന്നെ ഇതിന്റെ സീസൺ 2 വരും, അത് ഉറപ്പാണ്. ലാസ്റ്റ് ഓഫ് അസ് പോലെ തന്നെ വന്നൊരു കിടിലൻ വീഡിയോ ഗെയിം അഡാപ്റ്റേഷൻ ആയിരുന്നു ഫാളൗട്ട്. ഞാൻ ഫാളൗട്ട് മൊത്തം കളിച്ചിട്ടില്ല, ഫാളൗട്ടിന്റെ 4 മാത്രമേ കളിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു സീരീസ് ആയിട്ട് എടുത്ത സമയത്ത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫാളൗട്ട് സീരീസിന് ഇപ്പോൾ ഒരു സീസൺ 2 അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഇത് കാണാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാൻ നല്ലൊരു സീരീസ് ആണ്. ഇതുപോലെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു അഡാപ്റ്റേഷൻ ആയിരുന്നു ബോർഡർ ലൈൻസ്. ഒന്നും പറയണ്ട, ആകെ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയൊരു അവസ്ഥയായിരുന്നു. റിലീസിന് മുമ്പ് അവർ തള്ളി മറിക്കുന്ന കണ്ടപ്പോൾ ഞാൻ എന്തൊക്കെയൊക്കെയോ വിചാരിച്ചു, പക്ഷേ ഒരു പറഞ്ഞ വല്ലതും കൂടി പോകും, അതുകൊണ്ട് വേണ്ട. എപ്പിക് ഗെയിംസ് എനിക്ക് ബോർഡർ ലൈൻസ് 3 ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതും കളിച്ചിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ട് ഉത്തമം. സോ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഹോളിവുഡ് അപ്ഡേറ്റ്സ് ഉള്ളത്. ഇവിടെ നിന്ന് നമ്മൾ മാർവൽ സൈഡിലോട്ട് പോകുന്ന സമയത്ത് സ്പൈഡർമാൻ 4 ടോം ഹോളന്റെ സ്പൈഡർമാൻ 4 ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഷാങ്ചിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഡാനിയൽ ക്രട്ടൺ ആയിരിക്കും. ഇത് ഒഫീഷ്യലാണ്, റൂമർ ഒന്നുമല്ല. അടുത്ത വർഷം ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെയാണ് പ്ലാൻ ഉള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഡാനിയൽ ക്രട്ടൺ ആയിരിക്കും ഡയറക്ടർ എന്ന് മാത്രം. മനുഷ്യനെ ഇപ്പോൾ നറുട്ടോ ലൈവ് ആക്ഷനും ഉണ്ട്, അതേപോലെ തന്നെ സ്പൈഡർമാൻ 4 ഉണ്ട് കയ്യിൽ. ഇതുപോലെ തന്നെ ടോം ഹോളനെ വെച്ച് വരാനിരിക്കുന്ന വനത്തിനകത്തും എന്തെങ്കിലും ഒരു സീൻ വരാനുള്ള സാധ്യതയുണ്ട്. അടുത്ത മാസമാണ് അതിന്റെ റിലീസ് ഉള്ളത്. അപ്പോൾ പ്രൊമോഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എങ്ങനെയെങ്കിലും ആൾക്കാരെ കയറ്റണമല്ലോ, മാർക്കറ്റിംഗ് പിടിയട്ടെ, മാക്സിമം പിടിയാൻ പറ്റുന്നതൊക്കെ അവർ പിടിയട്ടെ. സ്പൈഡർമാൻ 4 ഡാനിയൽ ക്രട്ടൺ എന്ന് പറയുന്നത് ഒട്ടും മോശമായിട്ടുള്ള ഒരു ചോയ്സ് അല്ല. ബിക്കോസ് ആക്ഷൻ സെറ്റ് പീസസിനെ പുള്ളി സ്റ്റേജ് ചെയ്യുന്നൊരു വിധമുണ്ട്, അത് ഗംഭീരമാണ്. നിലവിൽ വർക്ക് ചെയ്യുന്നതിൽ അത്യാവശ്യം നല്ല അണ്ടർറേറ്റഡ് ആയ ഒരു ഡയറക്ടറായിട്ട് എനിക്ക് ഇദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഈ ഒരു സ്പൈഡർമാൻ 4 ശേഷവും നറുട്ടോ ലൈവ് ആക്ഷന് ശേഷം എല്ലാം മാറും എന്ന് നമുക്ക് വിചാരിക്കാം. സ്പൈഡർമാൻ നോയറിന് ഒരു ലൈവ് ആക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാസ്റ്റിലേക്ക് ഇപ്പോൾ നിക്കോളസ് കേജിന്റെ കൂടെ തന്നെ ബ്രെൻഡൻ ഗ്ലീസണും ചേർന്നിട്ടുണ്ട്. പുള്ളി ഏത് ക്യാരക്ടറാണ് ചെയ്യാൻ പോകുന്നത് എന്നൊന്നും പുറത്തു വിട്ടില്ല, പക്ഷേ എങ്ങനെ പോയാലും ഒരു വില്ലൻ ആവാനുള്ള സാധ്യതയുണ്ട്. ഇദ്ദേഹത്തിന് പുറമെ ജാക്ക് ഹ്യൂസ്റ്റനും വന്നിട്ടുണ്ട്. സ്പൈഡർമാൻ്റെ അടുത്ത് സ്പൈഡർവേഴ്സിന്റെ ക്രിയേറ്റേഴ്സ് ആയിരിക്കും ഇതിന്റെ ഷോ റണ്ണേഴ്സ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഇതെങ്ങനെ എന്താകും എന്നൊക്കെ കണ്ട് തന്നെ അറിയണം. റീസെന്റ് ആയിട്ട് സോണി ഇറക്കുന്ന കുറെ സ്പൈഡർമാൻ പ്രോജക്റ്റുകൾ എൻ്റെ പൊന്നോ സഹിക്കത്തില്ല. അങ്ങനെ ഒരു അപരാധഗതി ഇതിനുണ്ടാവരുത് എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇത്രയും മാർവൽ സൈഡിൽ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെയുള്ളതൊക്കെ RDJ ഡൂമായിട്ട് തിരിച്ചു വന്നു, ക്യാപ്റ്റൻ അമേരിക്കയുടെ പുതിയ ട്രെയിലർ വന്നു, അതിനകത്ത് റെഡ് ഹൾക്ക്, അവഞ്ചേഴ്സ് ഡൂംസ്ഡേയും അതേപോലെ തന്നെ സീക്വൽ വാർസും ചെയ്യാൻ വേണ്ടി പോകുന്ന റൂസോ ബ്രദേഴ്സ്. ഇത് നിങ്ങൾ മാർവൽ ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അറിയുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ ഞാനായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് അങ്ങനെ DCയിലോട്ട് വരുന്ന സമയത്ത് ജോക്കറിന്റെ 7 റിവ്യൂസ് എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ആൻഡ് അത് അത്ര ഗംഭീര അഭിപ്രായമൊന്നും അല്ല, കുറേ മിക്സറാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജോക്കർ 2 ഒരു മ്യൂസിക്കലായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം എനിക്ക് പേഴ്സണലി അങ്ങനെയുള്ള മ്യൂസിക്കൽ സിനിമകളോട് താല്പര്യമില്ല. പക്ഷേ അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന താല്പര്യമുള്ളവർക്ക് പോലും ഇത് പറ്റിയില്ല എന്നാണ് പറയുന്നത്. ടു മച്ച് ഓഫ് മ്യൂസിക് ഫോർ എ ജോക്കർ ഫിലിം എന്നാണ് അവർ പറയുന്നത്. ഇത് ടോഡ് ഫിലിപ്സ് പറഞ്ഞത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു മ്യൂസിക് സിനിമ അല്ലതെന്ന്. ഇതിനകത്തുള്ള മ്യൂസിക് എന്ന് പറയുന്നത് നമ്മുടെ ജോക്കറിന് പറയാനുള്ള കാര്യങ്ങൾ അവൻ വേർഡ്സ് ആയിട്ട് ഡയലോഗായിട്ട് പറയാതെ ഒരു പാട്ട് പോലെ പാടുന്നെന്ന്. ഇല്ല, എനിക്ക് മനസ്സിലായില്ല. അതിനല്ലേ മ്യൂസിക്കൽ സിനിമ എന്ന് പറയുന്നത്. ഞാൻ പടം കണ്ടിട്ടില്ല, അതുകൊണ്ട് കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല. കാണാം, കണ്ടിട്ട് നോക്കാം എന്താണെന്ന് വെച്ചാൽ. എന്തായാലും ആൾ കൺഫേം ചെയ്ത് ജോക്കർ 3 എന്തായാലും ഉണ്ടാകത്തില്ല, ഇതായിരിക്കും ലാസ്റ്റ് സിനിമ. ജോക്കർ 2 തീർന്നു, എനിക്ക് പറയാനുള്ളതെല്ലാം തീർന്നു, ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല എന്നാണ് ഈ ടോഡ് ഫിലിപ്സ് പറഞ്ഞത്. പക്ഷേ അണ്ണൻ ഇതേ കാര്യം തന്നെയായിരുന്നു ജോക്കർ 1 അവസാനിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എക്സാക്ട്ലി ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഏതാണ്ട് ഇതേ പരിപാടി തന്നെ. സോ ഇതെങ്ങാനും ബോക്സ് ഓഫീസിൽ ഒരു $1 ബില്യൺ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്തായാലും ജോക്കർ 3 ഉണ്ടാവും. ബട്ട് കൺസിഡറിംഗ് ദ റിവ്യൂസ് എനിക്കത് സംഭവിക്കും എന്നൊരു തോന്നലില്ല. സോ ഐ തിങ്ക് ജോക്കർ 3 വിൽ നോട്ട് ഹാപ്പൻ ആഫ്റ്റർ ഓൾ. അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ ബാറ്റ്മാൻ മാട്രിക്സിന്റെ ബാറ്റ്മാനിലോട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു യൂണിവേഴ്സ് ഉണ്ടല്ലോ, അതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്, ദി ബാറ്റ്മാൻ എപ്പിക് ക്രൈം സാഗ. ആ യൂണിവേഴ്സിലെ ബാറ്റ്മാൻ സിനിമകളും ആ ഒരു സ്പിൻ ഓഫ് ഇട്ട് വരുന്ന സീരീസുകളും എല്ലാം ഈ ഒരു സാഗയിലാണ് ഉൾപ്പെടുക, എപ്പിക് ക്രൈം സാഗ. കുറച്ചാൾ കഴിഞ്ഞ പെൻഗ്വിൻ റിലീസാവും. ഈ ഒരു പെൻഗ്വിൻ
ബുക്കിന്റെ സ്റ്റോറി നടക്കുന്നത് ബാറ്റ്മാൻ നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ്. അതിന്റെ ഇതിന്റെ അവസാനമാകുന്ന സമയത്ത് ബാറ്റ്മാൻ 2ലേക്ക് ഒരു ലീഡും കൊടുത്തിട്ടായിരിക്കും ഇത് അവസാനിപ്പിക്കുക. ഇനി ബാറ്റ്മാൻ 2 എപ്പോൾ വരും എന്നൊരു ചോദ്യം വരുവാണെങ്കിൽ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഷൂട്ടിംഗ് ഇനി അധികം വൈകത്തില്ല, എന്തായാലും അടുത്ത കൊല്ലം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. ഈ ഒരു പടം 2026 സ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ജെയിംസ് ഗൺ DCയുടെ ഒഫീഷ്യൽ ലോഗോ റിവീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതെന്തോ അത്ര കാര്യമായിട്ട് തോന്നിയില്ല. എനിക്ക് എപ്പോഴും ആ ഒരു എക്സ്റ്റൻഡ് യൂണിവേഴ്സിന്റെ ലോഗോ ആണ് ഇപ്പോഴും ഇഷ്ടമുള്ളത്. അത് മേ ബി കണ്ട് അങ്ങനെ ആയതായിരിക്കും. എന്താണെങ്കിലും ഇപ്പോഴും കാസ്റ്റിംഗ് നടക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ ബാറ്റ്മാനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. DCയിലേക്ക് പുതിയൊരു ബാറ്റ്മാൻ വരാൻ വേണ്ടി പോവാണ്. അത് ആരാ എന്താണെന്നൊന്നും അറിഞ്ഞിട്ടില്ല. എന്താണെങ്കിലും മാട്രിക്സിന്റെ സൈഡിലോട്ട് പോകത്തില്ല എന്നൊരു കാര്യം ഉറപ്പായിട്ടുണ്ട്. അത്രയും നല്ലത്. സൂപ്പർമാൻ വരുന്ന സമയത്ത് അറിയാം പുള്ളി എന്താ ഈ പണി വെച്ചേക്കുന്നതെന്ന്. സോ ഇത്രയുമാണ് DC, മാർവൽ, ഹോളിവുഡ് ആനിമെ അപ്ഡേറ്റ്സ് എല്ലാം ഉള്ളത്. ഓൾമോസ്റ്റ് പ്രധാനപ്പെട്ട എല്ലാം ഞാൻ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. അടുത്ത ആഴ്ച ഇത് കൂടാതെ വേറെ കുറേ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.